നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അറേസ് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സ്ട്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അറേ എന്ന് പറയുന്നത് എന്താണ്? അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് സൈസ് ആണ്. ഫിക്സഡ് സൈസ് കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്സ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻറ്റീജറിന്റെ ഫിക്സഡ് ഡാറ്റ സൈസ് ഒരു 10 എണ്ണം വേണമെന്ന് 10 സെയിം സൈസ് വേണമെന്ന് സെയിം ഡാറ്റ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എ ഓഫ് 10 എന്ന് എഴുതി കഴിഞ്ഞാൽ 10, അതായത് 10 ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു അറേ ഉണ്ടായി. അപ്പോൾ ഈ അറേയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ കളക്ഷൻ ഓഫ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. അതെന്ന് പറഞ്ഞാൽ സെയിം ഡാറ്റ ടൈപ്പ് തന്നെ ആവണം. ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ, അറേ ആണെങ്കിൽ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് മാത്രം, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്. അപ്പൊ ഈ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മെമ്മറി ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറേ എന്ന് പറയുന്ന ഒരു ഇത് ഇത് പിന്നെ അറേ ഓഫ് ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 0th ഇൻഡെക്സിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അറേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കൊടുക്കുന്ന എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റില് 0th ഇൻഡെക്സിൽ പോകും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത്, അറേ ഡിക്ലറേഷൻ ചെയ്യുന്നത്. അറേ ഡിക്ലറേഷൻ ആണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് കൊടുക്കുക, പിന്നെ അറേ നെയിം, പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ്, എത്ര സൈസ് ഓഫ് അറേ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻറ്റീജറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 സൈസുള്ള അറേ ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻറ്റ് അറേ എന്നുള്ളതാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ സൈസ് ഓഫ് അറേയുടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ അത്രയും ഇൻഡെക്സ് ഇത് ക്രിയേറ്റ് ചെയ്യും. അത്ര ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 0 മുതലാണ്. അപ്പോൾ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 4 വരെയുള്ള അറേ ഇൻഡെക്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 5 എലമെന്റ്സ്. പിന്നെ അറേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുമ്പോൾ സിംഗിൾ ഡയമെൻഷൻ അറേ ഉണ്ട്, 2 ഡയമെൻഷൻ അറേ ഉണ്ട്, 3 ഡയമെൻഷൻ അറേ ഉണ്ട്. സിംഗിൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ അതായത് റോ മാതിരി, ഒരു സിംഗിൾ റോ. ഓക്കെ, റോ മാത്രമേ ഉള്ളൂ. ഇനി റോയും കോളം ഉണ്ടെങ്കിൽ അത് 2 ഡയമെൻഷൻ അറേ. ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D, അതായത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇമേജിനൊക്കെ എന്ന് പറഞ്ഞാൽ 3D ആണ്. XYZ ആക്സിസ് ഇല്ലേ, അപ്പൊ അതിനുള്ള അറേയാണ് ത്രീ ഡയമെൻഷണൽ അറേ. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എലമെന്റ്സും കൊടുക്കാം. അതായത് ഇൻറ്റീജർ AR of 5 എന്ന് എഴുതിയിട്ട് നമ്മുടെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2, 4, 8, 12, 16 ആണ് കൊടുത്തു കഴിഞ്ഞാൽ AR of 0 എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റും. 0 എന്ന് പറയുന്ന ഇൻഡെക്സിലുള്ളത് 2 ആയിരിക്കും, 1 എന്ന് പറയുന്നതിൽ 4 ആയിരിക്കും, 2 എന്ന് പറയുന്ന ഇൻഡെക്സിൽ 8 ആയിരിക്കും. ഇതിൽ നമുക്കിപ്പോ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ നോർമലി ഇൻറ്റീജർ ഒന്ന് ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ അതിന്റെ ഒപ്പം നമ്മൾ ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്യണം. ഫസ്റ്റ് അറേ നമ്പർ, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻഡെക്സ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ആ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേരിയബിൾ നെയിം കൊടുത്തിട്ട് നമുക്ക് ആ വേരിയബിൾ നെയിമിന് ഇൻഡെക്സ് വാല്യൂ അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അറേയുടെ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ്. അറേയുടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് സൈസ് കളക്ഷൻ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാമിംഗ് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ AR of 10 എന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആ പ്രോഗ്രാമിൽ 10 സൈസ് എന്ന് പറഞ്ഞാൽ 10 തന്നെ ആയിരിക്കും അതിന്റെ സൈസ്. ഇൻറ്റീജർ സൈസ്, അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ അറേ സൈസ് എന്ന് പറഞ്ഞാൽ 10 തന്നെ ആയിരിക്കും. പിന്നെ ഹോമോജീനിയസ് എലമെന്റ്സ് ആണ്, അതായത് സെയിം എലമെന്റ്സ് തന്നെ സ്റ്റോർ ചെയ്യാൻ ഇത് പറ്റുള്ളൂ. അല്ലാണ്ട് ക്യാരക്ടർ ഉണ്ടാക്കിയ അറേയിൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്ലോട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻഡെക്സിന് ഇൻ അറേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് എപ്പോഴും അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയമെൻഷൻ ഓഫ് അറേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് പറഞ്ഞാൽ സിംഗിൾ ഡയമെൻഷൻ ആണ്. 2 ഡയമെൻഷൻ ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട്, അതിന് മേലുള്ള മൾട്ടി ഡയമെൻഷൻ അറേസ് ഒക്കെ ഉണ്ട്. കോൺജുഗേസ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് 0th ഇൻഡെക്സിലുള്ളതിന്റെ ഒരു 4 ബൈറ്റ് കൂട്ടിയാലായിരിക്കും ഫസ്റ്റ് എന്നുള്ള ഇൻഡെക്സിലുള്ളത്. പിന്നെ സെക്കൻഡ് ഇൻഡെക്സ് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ 4 ബൈറ്റ് കൂട്ടുക. കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജറിനും ഫ്ലോട്ടിനൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ, ഈ 4 ബൈറ്റ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ ഡാറ്റ ബൈറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും സൈസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അറേ നെയിം റിലേഷൻ വിത്ത് പോയിന്റർ. അറേ നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റ് A of 5 എന്ന് എഴുതുന്ന പോലെ എങ്ങനെയാണ് ഇൻറ്റീജർ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് ആ നേരത്തെ പറഞ്ഞാൽ നമുക്ക്
പോയിന്റർ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് അറേ നെയിം എന്ന് പറഞ്ഞ പോയിന്റർ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് പ്രോഗ്രാം ചെയ്തിട്ട് നോക്കി നോക്കാം എന്താണ് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാ AR5 ഇങ്ങനെ നമുക്ക് കൊടുക്കാം. എങ്ങനെയാ ഇതാ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈസ് സ്പെസിഫൈ ചെയ്യാണ്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നതാണ്. ഇൻറ്റ് ഫസ്റ്റ് ഞാൻ വേറൊരു ഇത് കൂടി ഉണ്ടാക്കി, പ്ലോട്ട് A of 2 എന്നുണ്ട്, A of 2 അല്ല A of 5 എന്നുണ്ട്. ഓക്കെ, അത് ഈക്വൽ ടു എന്നുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 2.4 പിന്നെ 5.6 പിന്നെ പറഞ്ഞാൽ 6.8 പിന്നെ പറഞ്ഞാൽ 7.9. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുത്തു. ഓക്കെ, നമുക്ക് ഇനി പറഞ്ഞാൽ ഓരോ എലമെന്റ് ഇപ്പൊ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താ, ഇനിയിപ്പോ ഓരോ എലമെന്റ് പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ARR0 എന്ന് കൊടുത്ത് എന്താ ചെയ്യാം, ARR0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീജർ, പിന്നെ A0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് വേരിയബിൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഓക്കെ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് രണ്ടെണ്ണം ഒന്ന് പ്രിന്റ് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ 0th പൊസിഷനിലുള്ളത് 1, പിന്നെ 1 എയിലുള്ളത് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ സൈസ് നമുക്ക് സൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് AR5 ഈക്വൽ ടു എന്നുണ്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റ് AR എന്നുണ്ട്. പിന്നെ ഇനി വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ കൊടുത്തിട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഈക്വൽ ടു എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റുമോ? ഇതൊരു സെമിക്കോളനാണ്. അത് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ കൊടുക്കണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിം നെയിം ഡാറ്റ ടൈപ്പ്. ഓക്കെ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ A of 1 കൊടുത്ത് വിചാരിക്കാം, A of 1 ഇവിടെ 1 കൊടുത്ത് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക, നമുക്ക് 2ഉം 2.4 ആയിരിക്കും പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലൂപ്പ് യൂസ് ചെയ്യാം. അപ്പൊ ലൂപ്പ് യൂസ് ചെയ്യുന്നത് എന്താ, ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ 5 മെമ്പേഴ്സിലുള്ളത്. ഓക്കെ, 5 I പ്ലസ് പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി പറഞ്ഞാൽ എന്താണ്, നമുക്ക് പറഞ്ഞാൽ പ്രിന്റ് എഫ് അല്ലേ ചെയ്യേണ്ടത്, പ്രിന്റ് എഫ്. ഓക്കെ, %DA %F എന്നിട്ട് എന്താ, ഒന്ന് ARRലുള്ള ഏതാ ഫസ്റ്റ്, നമുക്കപ്പോ I 0 ആവണം. അപ്പൊ I ഇവിടെ ഇപ്പൊ I കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, I 0 ആകുമ്പോ എന്തായി, ഇവിടെ ARR0 ആയി. ഓക്കെ, അപ്പൊ അറയിലുള്ള ഫസ്റ്റ് എലമെന്റ് പ്രിന്റ് ചെയ്യും, എയിലുള്ള ഫസ്റ്റ് എലമെന്റും പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് കേസിൽ എന്താവും, ARR5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ചെയ്യും. ഏത്, ഈ അറയിൽ പ്ലസ് ചെയ്യും. അപ്പൊ സെക്കൻഡ് കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്രിമെന്റ് ആവും. നമുക്കിപ്പോ മെമ്മറി അഡ്രസ് കൂടി പ്രിന്റ് ചെയ്ത് നോക്കാം, അത് കണ്ടിന്യൂസ് ആണെന്നുള്ളത് അറിയാലോ. അപ്പൊ എന്തായി, %P %P. ഓക്കെ, സോറി, നമ്മളിത് ക്ലോസ് ചെയ്തില്ല ബ്രാക്കറ്റ്. അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലസ് N അടിക്കാം. ഓക്കെ, ഇതും പ്ലസ് സ്ലാഷ് അടിക്കാം.
അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതനുസരിച്ച് ഓക്കെ ഇവിടെ ആംബ്രസെന്റ് കൊടുക്കണം. ആംബ്രസെന്റ് ഓക്കെ. ഇപ്പൊ മനസ്സിലാവും A(0) A4 വരുന്നത് കണ്ട. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് A8 വരുന്നത് AC വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ 4 ബൈറ്റിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. എന്ത് ഈ അടുത്തടുത്തുള്ള മെമ്മറീസിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ് ഡിഫറൻസ് വരുന്നത്. കണ്ടില്ലേ 80 84 88 then 8C പിന്നെ 90. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇതെല്ലാം 4 ബൈറ്റിന്റെ ഡിഫറൻസ് ആണ്. ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഫോർത്ത് ഇൻഡെക്സ്. അതാണ് കണ്ടിന്യൂസ് മെമ്മറി ആണ് അറേക്കും ഫ്ലോട്ടിനൊക്കെ അറേക്ക് യൂസ് ചെയ്യണത്. അതിപ്പോ ഇന്റീജർ ആയാലും ഫ്ലോട്ട് ആയാലും. ഓക്കെ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇതാണ് അറയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അറ തന്നെ നമുക്ക് സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഇത് ഇങ്ങനെ ആക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ ഇപ്പൊ ഇനീഷ്യലൈസ് ചെയ്തു, ഫസ്റ്റ് ടൈമിന് ഇനീഷ്യലൈസ് ചെയ്തു, നമുക്ക് ഇപ്പൊ എങ്ങനെ ഇൻപുട്ട് പ്രോംപ്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഫോറിൽ ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യാം int I equal to 0 5 times അല്ലേ, then 5 I plus then നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻഎഫ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇൻപുട്ടിന് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, എഫ് അല്ലേ, %f എന്നിട്ട് പറഞ്ഞാൽ എന്തിനാണ് വാങ്ങേണ്ടത്, ആംബ്രസെന്റ് ഓരോന്നിന്റെയും ഇതിന് ഓഫ് ഐ അല്ലേ, അതിന്റെ അഡ്രസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ A(i) അപ്പൊ ഓരോന്നിന്റെയിലേക്കും ഇതിന് ആവശ്യമുള്ളതായിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ. ഫസ്റ്റ് നമ്മൾ അടിച്ചു, ഇപ്പൊ നമ്മൾ ഇൻപുട്ട് ഓരോന്നിനും കൊടുക്കും 6.7.7.8 then 1.2 3.5 6.7. അപ്പൊ ഇത് ഓരോന്നും പ്രിന്റ് ചെയ്ത് കണ്ടില്ലേ 6.75 3.5. അപ്പൊ നമുക്ക് പറഞ്ഞാൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടും വേണമെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അറേ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ബൈ.